വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 10 വാക്യങ്ങൾ 21 മുതൽ. ആ സമയം തന്നെ പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് ഇവ ജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വയ്ക്കുകയും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു. അതേ പിതാവേ, അതായിരുന്നു അവിടുത്തെ അഭീഷ്ടം. എല്ലാ കാര്യങ്ങളും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനാരെന്ന് പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. പിതാവാരെന്ന് പുത്രനും പുത്രനാർക്ക് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവോ അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല. അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ് അവരോട് മാത്രമായി പറഞ്ഞു, നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ. എന്തെന്നാൽ ഞാൻ പറയുന്നു, അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്നവ കാണാൻ ആഗ്രഹിച്ചു, എങ്കിലും കണ്ടില്ല. നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു, എങ്കിലും കേട്ടില്ല. ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് പോൾ, പ്രിയ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാരെ, 1912 ഒരു ടൈറ്റാനിക് കപ്പലപകടം ഉണ്ടായി, നിങ്ങൾക്കറിയാം. ചെറുപ്പക്കാരുടെ ഇടയിൽ ടൈറ്റാനിക് എന്ന് കേൾക്കുമ്പോൾ അവർ സിനിമയെക്കുറിച്ചാണ് ഓർക്കുന്നത്. എന്നാൽ ആ സിനിമയ്ക്കൊക്കെ പശ്ചാത്തലമായി വർത്തിച്ചത് 1912 നടന്ന വലിയൊരു കപ്പൽ അപകടമാണ്. 1912 ഏപ്രിൽ 14 ഇംഗ്ലണ്ടിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെട്ട ഒരു ആഡംബര കപ്പൽ, അന്നുവരെ ഉണ്ടായിട്ടുള്ള കപ്പലുകളിൽ അതികായനായ ഭീമാകാരമായ ആഡംബര സമന്വിതമായ കപ്പൽ ഒരു വലിയ മഞ്ഞുകട്ടയിൽ തട്ടിമുട്ടി തകർന്ന് 2000-ഓളം യാത്രക്കാർ മരിക്കുകയുണ്ടായി. ഈ കപ്പലപകടത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു കമ്മീഷനെ നിയോഗിച്ചു കപ്പലപകടത്തിൻ്റെ കാരണം കണ്ടുപിടിക്കാനായിട്ട്. 3 കാര്യങ്ങളാണ് കമ്മീഷൻ കണ്ടുപിടിച്ചത്. 3 കാരണങ്ങൾ. ഒന്നാമത്തെ കാരണം അവർ പറഞ്ഞത്, ഈ കപ്പലിൻ്റെ ക്യാപ്റ്റനും സംഘവും അവർക്ക് കൊടുത്തിരുന്ന കൺട്രോൾ സ്റ്റേഷനിൽ നിന്ന് കൊടുത്തിരുന്ന മുന്നറിയിപ്പുകൾ അവരവഗണിച്ചു. രണ്ടാമത്തെ കാരണം, കപ്പിത്താനും സംഘവും കപ്പലിൻ്റെ ദിശ മാറ്റുവാൻ, ഡിറക്ഷൻ മാറ്റാൻ, ഗതി മാറ്റാൻ പറഞ്ഞിട്ട് അതവർ ഗവനിച്ചില്ല. മൂന്നാമത്തെ കാരണം, കപ്പിത്താൻ്റെ അഹന്തയും അതിരുകടന്ന ആത്മവിശ്വാസവുമാണ്. ഈ 3 കാരണങ്ങളാണ് അവർ കണ്ടെത്തിയത്. ഞാനിത് പറഞ്ഞത്, നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഒരു കപ്പലിനോട്, യാത്രയോടൊക്കെ ഉപമിക്കാറുണ്ട്. നമ്മുടെ ജീവിതമാകുന്ന കപ്പൽ തിന്മയുടെ കരിമ്പാറ കെട്ടുകളിൽ തട്ടിമുട്ടി തകരാതിരിക്കാൻ, ശരിയായ ട്രാക്കിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളും ചില മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബൈബിള് മുഴുവൻ മുന്നറിയിപ്പുകളാണ്. ധ്യാനങ്ങൾ മുന്നറിയിപ്പാണ്. ഈ ധ്യാനം ഒരു മുന്നറിയിപ്പാണ്. നമ്മുടെ സഭ നൽകുന്നത് മുന്നറിയിപ്പുകളാണ്. മാതാപിതാക്കൾ, അധ്യാപകർ ഒക്കെ നൽകുന്ന മുന്നറിയിപ്പുകളാണ്. ജീവിതാനുഭവങ്ങൾ മുന്നറിയിപ്പുകളാണ്. മറ്റുള്ളവരുടെ ജീവിതാനുഭവങ്ങൾ മുന്നറിയിപ്പുകളാണ്. അപ്പോൾ ഈ മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വചനം മുഴുവൻ മുന്നറിയിപ്പുകളാണ്. രണ്ടാമതായിട്ട്, ദിശ മാറ്റാനായിട്ട് പറയുന്നു. നമ്മൾ പോകുന്ന ഗതി പലപ്പോഴും ഗതി വിട്ട് ഗതി മാറിപ്പോകാറുണ്ട്. ബൈബിൾ മുഴുവൻ ഗതി ശരിയായ ദിശയിലേക്ക് തിരിച്ചുവിടാനാണ് ആവശ്യപ്പെടുന്നത്. കൂടെ ബൈബിളിൽ കാണുന്നുണ്ടല്ലോ, ജെറമിയ 3:14, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരിക, ഞാനാണ് നിങ്ങളുടെ നാഥൻ. അതുപോലെ തന്നെ സക്കറിയാസ് പ്രവാചകന്റെ പുസ്തകം 1-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്നിലേക്ക് മടങ്ങി വരിക, ഞാനും നിങ്ങളിലേക്ക് തിരിച്ചു വരും.
എന്ന് ദൈവം വിളിക്കുകയാണ്. അപ്പോൾ എപ്പോഴും ബൈബിളിൽ തിരിച്ചു വരാൻ, ഗതി മാറ്റിവിടാനായിട്ട്, ജീവിതത്തിൻ്റെ ദിശ തിരിച്ചുവിടാനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് തോന്നാം, എനിക്കെല്ലാം അറിയാം, എന്നെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പല ആളുകൾ, ഞാനൊരിക്കലും ഒരു ആളിനോട് ധ്യാനം കൂടാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എനിക്ക് അച്ഛന്മാരെ ഞാൻ ധ്യാനിപ്പിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. എനിക്കറിയാം, കാര്യങ്ങളൊക്കെ അറിയാം. പല ആൾക്കാരുടെയും ചിന്ത അതാണ്, എനിക്കെല്ലാം അറിയാം. എനിക്കെല്ലാം അറിയാം എന്ന് ചിന്തിക്കുന്ന ആളുകളോട് ദൈവത്തിൻ്റെ വചനത്തിന് പറയാനുള്ള ഒരു വചനമുണ്ട്. 1 കൊറിന്തോസ് 8:2 പറയുകയാണ്, അറിവുണ്ട് എന്ന് ഭാവിക്കുന്നവൻ അറിയേണ്ടത് അറിയുന്നില്ല. നമുക്ക് പല കാര്യങ്ങളറിയാം, നമ്മൾ പഠിച്ച വിഷയങ്ങളറിയാം, ഭൗതികമായ കാര്യങ്ങളറിയാം, ഒത്തിരി ലോകവർത്തമാനങ്ങളൊക്കെ അറിയാം. പക്ഷെ അറിയേണ്ട കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പം അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതുകൊണ്ട് എനിക്കെല്ലാം അറിയാമെന്നുള്ള ഭാവം വെടിഞ്ഞ് എനിക്കൊന്നും അറിയില്ല. ഈ ധ്യാനത്തിൻ്റെ തുടക്കം തന്നെ അതാണല്ലോ, നമുക്ക് പലതും അറിഞ്ഞുകൂടാ. ആ സത്യം നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വിനീതമായിട്ട് വ്യാപരിക്കുക എന്നുള്ളതാണ്. ഇന്ന് വായിച്ച സുവിശേഷത്തിൽ എന്താണ് നമ്മൾ കേട്ടത്? ഈശോ പ്രാർത്ഥിക്കുകയാണ് പിതാവിനോട്, പിതാവിന് നന്ദി പറയുകയാണ്. പിതാവേ, നീ ഈ ദൈവികമായ രഹസ്യങ്ങളെല്ലാം ജ്ഞാനികളിൽ നിന്ന്, ബുദ്ധിമാന്മാരിൽ നിന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ശിശുക്കളെപ്പോലുള്ളവർക്കാണ്. അതാണ് ദൈവത്തിൻ്റെ ഹിതം, ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ്. അപ്പം നമ്മളിവിടെ ആയിരിക്കുന്നത് ശിശുക്കളെപ്പോലുള്ള മനോഭാവം ഉള്ളത് കൊണ്ടാണ്. എല്ലാം അറിയാം, ഇനി എനിക്കൊന്നും പഠിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ നിങ്ങളാരും ഇവിടെ വരുമായിരുന്നില്ല. അപ്പം നമുക്ക് പലതും അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ ജീവിത പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഇനി എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. അപ്പോഴായിരിക്കും നമ്മൾ ചിന്തിക്കുന്നത് ഇനി എന്താണ് മാർഗം. അപ്പോഴായിരിക്കും ധ്യാനം കൂടാൻ തീരുമാനിക്കുന്നത്. ഏതായാലും നമുക്ക് പലതും അറിഞ്ഞുകൂടാ എന്ന് നമ്മൾ അംഗീകരിക്കുകയാണ്. കൊച്ചുകുട്ടികളുടെ ഒരു മനോഭാവത്തോടെ, തുറവിയോടെ, ദാഹത്തോടെ നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. അതാണ് ഈശോ പറയുന്നുണ്ടല്ലോ, അനേകം ആളുകൾ നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും, കാണാനും കേൾക്കാനും ഒക്കെ ആഗ്രഹിച്ചതാണ്. പഴയ നിയമ കാലഘട്ടം മുഴുവൻ വാഗ്ദാനങ്ങളാണല്ലോ. പക്ഷേ യഥാർത്ഥത്തിൽ ഈശോ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ കാണാനും കേൾക്കാനും കഴിഞ്ഞത് കുറേ ആളുകൾക്കാണ്. നമുക്കതിന് ഭാഗ്യം ലഭിച്ചിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്നതുകൊണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലായിരിക്കുന്നതുകൊണ്ട്. ഒരുപക്ഷെ വിദേശങ്ങളിലാണെങ്കിൽ ഇത്രയും അവസരങ്ങൾ കിട്ടിയില്ല. ജർമ്മനിയിൽ, യൂറോപ്പിലാണ് നമ്മൾ ജനിച്ചു വളർന്നെങ്കിൽ ഒരുപക്ഷെ ദൈവത്തെ അറിയാത്ത ആളുകളായി മാറിപ്പോകുമായിരുന്നു. അപ്പം നമുക്ക് ഭാഗ്യം കിട്ടിയവരാണ്. അപ്പം നമ്മൾ ദൈവത്തിന് നന്ദി പറയണം. നിങ്ങൾ കാണുന്നവ കാണാൻ അനേകം ആളുകൾ, പ്രവാചകന്മാരൊക്കെ ആഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. നമുക്ക് കഴിഞ്ഞു, ഭാഗ്യമുള്ളവരാണ്. നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ കേൾക്കാൻ അനേകരാഗ്രഹിച്ചു, പക്ഷെ അവർക്ക് കഴിഞ്ഞില്ല. പക്ഷെ നമുക്കതിനുള്ള അവസരം കിട്ടുകയാണ്. ഈ ധ്യാനം തന്നെ നമുക്ക് അനേകം ദൈവികമായ രഹസ്യങ്ങൾ കേൾക്കാനും ദൈവത്തിൻ്റെ സ്നേഹവും സാന്നിധ്യവും സാമീപ്യവും ഇടപെടലുമെല്ലാം അനുഭവിച്ചറിയാൻ ലഭിക്കുന്ന അവസരമാണ്. അതിനെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ഒരു പ്രത്യേക കാര്യം, പൗലോസ്ലീഹ പറയുകയാണ്, എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 5:17 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ അഭീഷ്ടം എന്തെന്നറിയാതെ പോഷന്മാരാകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അവിടെ പറയുന്നതാണ്, പോഷന്മാരാകാതെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കുവിൻ. നമ്മൾ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, പദ്ധതി എന്താണെന്ന് അറിഞ്ഞില്ലെങ്കിൽ, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി എന്താണെന്ന് തിരിച്ചറിയാതെ നമ്മൾ ഈ ലോകത്തിൽ കടന്നുപോയാൽ നമ്മൾ ഏറ്റവും ദുർഭകരായ മനുഷ്യരായിരിക്കും, നിർഭാഗ്യരായിരിക്കും എന്നാണ് തിരുവചനം പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പോഷന്മാരാകും, മണ്ടന്മാരാകും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിൻ്റെ അഭീഷ്ടം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. നമ്മൾ ഈ ധ്യാനത്തിലൂടെയൊക്കെ കൂടുതൽ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണെന്നാണ് മനസ്സിലാക്കുന്നത്. ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ഇതാണ് ദൈവത്തിൻ്റെ ഹിതമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ട്. എന്താണ്, ആർക്കെങ്കിലും ഒന്ന് പറയാമോ? ഇത് അതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം എന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരിടത്ത് പറഞ്ഞിട്ടുണ്ട്. 1 തെസ്സലോനിയർ 4:3 പറയുന്നുണ്ട്, ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ എന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞിരിക്കുക. ഇപ്പം ദൈവത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ഹിതം അതാണ്. ഫിലിപ്പിയർ 2:12 പറയുന്നുണ്ട്, പൂർവാധികം വിറയലോടും ഭയത്തോടും കൂടി
നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി അധ്വാനിക്കുവിൻ എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ അധ്വാനിക്കുവിൻ. 2 തിമോത്തി 2:19 പറയുന്നുണ്ട്, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്ന് അകന്നു നിൽക്കണം. ഇതെല്ലാം വിശുദ്ധീകരണത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ അടിസ്ഥാനപരമായ പദ്ധതി നമ്മളെ ഓരോരുത്തരെയും കുറിച്ചുള്ളത് നമ്മൾ വിശുദ്ധീകരിക്കപ്പെടണം എന്നുള്ളതാണ്. കാരണം വിശുദ്ധി തന്നെയായ ദൈവത്തെ കണ്ടെത്തണമെങ്കിൽ വിശുദ്ധിയുടെ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ പദ്ധതിയായിട്ട് പറയുന്ന ഒരു കാര്യം എന്താണ്? ഈശോ തൻ്റെ ശുശ്രൂഷയെല്ലാം അവസാനിപ്പിച്ച് ഉത്ഥാനം ചെയ്ത് തിരിച്ചു പോകാൻ നേരത്ത്, സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് പറയുന്നൊരു കാര്യമുണ്ട്. മർക്കോസ് 16:15 അവിടെ പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ. ഇതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു പദ്ധതി അതാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെടണം. രണ്ടാമതായിട്ട് നിങ്ങൾക്കുണ്ടായ അനുഭവം, ദൈവാനുഭവം, വിശുദ്ധീകരണം, ഇത് ലോകം മുഴുവൻ അറിയിക്കണം, മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി, ഈശോയെ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന നിയോഗം എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യന്തം ദൈവത്തിൻ്റെ വചനങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആ വചനമെല്ലാം ഒന്ന് കാച്ചിക്കുറുക്കി സംഗ്രഹിച്ചെടുത്താൽ ഇതിൽ ഒതുക്കാൻ സാധിക്കും. ഒന്ന്, നമ്മുടെ വ്യക്തിപരമായ വിശുദ്ധീകരണം. 2, എവാഞ്ചലൈസേഷൻ. ഇപ്പം നമ്മുടെ പേഴ്സണൽ സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് എവാഞ്ചലൈസേഷൻ, ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. വളരെ ചുരുക്കമായിട്ട് പറഞ്ഞാൽ ഇപ്പം ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതിയാണ് ഇത് രണ്ടും. നമ്മൾ ഇന്ന് അനേകം ആളുകളുണ്ട് ധ്യാനത്തിനൊക്കെ, കുടുംബസഹിതം ധ്യാനത്തിന് പോകുന്ന ആൾക്കാരുണ്ട്. വളരെ റെഗുലറായിട്ട് ഏതെങ്കിലും ധ്യാനമന്ദിരത്തിൽ പോയി ഭാര്യയും ഭർത്താവും മക്കളും എല്ലാവരും കൂടി ധ്യാനം. ഇന്ന് ഞാനൊരു വീട്ടിൽ പോയി. അപ്പോൾ ഞാൻ GCയത്തിൻ്റെ ഒരു പരിപാടിക്ക് അവിടുത്തെ പിള്ളേരെ ക്ഷണിച്ചപ്പോൾ അവർ പറയുകയാണ്, അച്ഛാ ഞങ്ങൾ അട്ടപ്പാടിയിൽ നിന്ന് വന്നതേ ഉള്ളൂ പറയുകയാണ്. അപ്പോൾ ആരും അറിഞ്ഞിട്ടില്ല അവർ ധ്യാനമൊന്നും കൂടുതൽ, അയൽവക്കംകാർക്കൊന്നും അറിഞ്ഞുകൂടാ, ഇടവകയിലും അറിയാൻ തോന്നില്ല. പക്ഷെ അവർ വ്യക്തിപരമായിട്ട് ധ്യാനം കൂടി വിശുദ്ധീകരിക്കപ്പെട്ട നല്ല കൃപയിലൊക്കെ വന്നിരിക്കുകയാണ്. ഇങ്ങനെ ധ്യാനം കൂടുന്ന ധാരാളം ആളുകളുണ്ട്. പക്ഷേ അവർക്ക് ലഭിക്കുന്ന ഈ കൃപയും അനുഗ്രഹവും ഒക്കെ മിക്കവാറും ആ വീട്ടിൽ ഒതുക്കുകയാണ്. അവർ മിക്കവാറും ധ്യാനത്തിന് പോകുന്നതിൻ്റെ ഉദ്ദേശം പ്രശ്നങ്ങളൊക്കെ മാറണം, കടബാധ്യതകൾ മാറണം, രോഗം മാറണം, പിള്ളേർക്ക് നന്നായിട്ട് പഠിക്കണം, അവർക്ക് ജോലി കിട്ടണം, വിദേശത്ത് പോകണം, വിസ കിട്ടണം, ഇങ്ങനെ 100 നിയോഗങ്ങൾ വെച്ചാണ് മിക്കവാറും ആളുകൾ ധ്യാനം കൂടുന്നത്. അത് വളരെ സങ്കുചിതമായ സ്വാർത്ഥപരമായ ഒരാഗ്രഹമാണ്. അത് നല്ലതാണ്, അതിൻ്റെ തുടക്കം അത്രയെങ്കിലും ഉള്ളത് നല്ലത്. പക്ഷേ ഇതിലൊതുങ്ങരുത്. നമുക്ക് ഈ ലഭിക്കുന്ന വെളിച്ചവും നമുക്ക് ലഭിക്കുന്ന ജ്ഞാനവും എല്ലാം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കാൻ വേണ്ടി, ഈശോയെ അറിയാത്ത, ദൈവത്തെ അറിയാത്ത ആളുകളിലേക്ക് ഈശോയെ എത്തിക്കണം, സുവിശേഷം അറിയിക്കണം. അതിനു വേണ്ടിയിട്ടാണ്. യെശയ്യാ പ്രവാചകൻ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത്? യെശയ്യാ 6 നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിൻ്റെ മഹത്വം, പരിശുദ്ധിയെല്ലാം കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത പ്രവാചകൻ തൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു, പശ്ചാത്തപിച്ചു. ഉടനെ ദൈവം ഒരു അഭിഷേകം നടത്തുകയാണ്. ഒരു തീക്കല്ലുകൊണ്ട് ഒരു മാലാഖയെ അയക്കുകയാണ്. ആ മാലാഖ സ്വർഗത്തിലെ അൾത്താരയിൽ നിന്നെടുത്ത ഒരു തീക്കല്ലുമായിട്ട് പ്രവാചകൻ്റെ അധരങ്ങളെ സ്പർശിച്ചുകൊണ്ട്, നിന്റെ എല്ലാ മാലിന്യങ്ങളും നീ ശുദ്ധീകൃതനാകുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകനെ വിശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞിട്ട് ദൈവം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് പകരം പോകുക? ആരാണ് നമ്മുടെ പകരക്കാരൻ? ഉടനെ പ്രവാചകൻ പറയുകയാണ്, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അങ്ങനെയാണ് പ്രവാചകൻ അയക്കപ്പെടുന്നത്. വാസ്തവത്തിൽ ധ്യാനമെല്ലാം കൂടി കഴിയുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അതാണ് സുവിശേഷ പ്രവർത്തനം, മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ. നിങ്ങൾ ഈ ധ്യാനം കൂടി കഴിഞ്ഞ് ഇതുപോലുള്ള ധ്യാനത്തിന് മറ്റുള്ളവരെ പറഞ്ഞു വിടുമ്പോൾ അത് സുവിശേഷ പ്രവർത്തനമാണ്. നിങ്ങളുടെ അയൽവക്കത്തുള്ള ഒരാളെ ധ്യാനത്തിലേക്ക് പറഞ്ഞു വിടുന്നു, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു, അവർക്ക് നല്ല പ്രസിദ്ധീകരണങ്ങൾ കൊടുക്കുന്നു, ഏതെങ്കിലും മാസികകൾ വായിക്കാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം നിങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇതെല്ലാം സുവിശേഷ പ്രവർത്തനമാണ്. ആരോ ഒരാൾ പറഞ്ഞു, ഞാൻ ഓർക്കുകയാണ്, ഒരു യാചകൻ തനിക്ക് എവിടെ നിന്നാണ് ഭക്ഷിക്കാനുള്ള അപ്പം കിട്ടിയതെന്ന് വേറൊരു യാചകനോട് പറഞ്ഞു കൊടുക്കുന്നതാണ് സുവിശേഷ പ്രവർത്തനം. ഒരു യാചകൻ തനിക്ക് എവിടെ നിന്നാണ് അപ്പം കിട്ടിയതെന്ന് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, മറ്റ് യാചകരോട്. നമുക്കെങ്ങനെയാണ്
ആത്മീയമായ സന്തോഷമുണ്ടായത്, വിടുതലുണ്ടായത്, വിമോചനമുണ്ടായത്, നമുക്കെങ്ങനെയാണ് പ്രശ്നങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞത് എന്ന് മറ്റുള്ളവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ, അവരെ ആ അവസ്ഥയിലേക്ക് നയിക്കുമ്പോൾ, അതാണ് സുവിശേഷ പ്രവർത്തനം. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ, നരകത്തെ കൊള്ളയടിച്ച് സ്വർഗത്തിനു വേണ്ടി ആത്മാക്കളെ സമ്പാദിക്കുന്നതാണ് സുവിശേഷ പ്രവർത്തനം. ഇന്ന് അനേകം ആളുകൾ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ നാശത്തിൻ്റെ വഴിയിലൂടെ, നരകത്തിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ അതിൽ നിന്നെല്ലാം ഗതി മാറ്റിവിട്ട് സ്വർഗത്തിലേക്ക് നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. എല്ലാ ക്രൈസ്തവരുടെയും ദൗത്യമാണ്. അതുകൊണ്ട് ഏതാനും ആളുകൾക്ക് വേണ്ടി, മിഷണറിമാർക്കോ അച്ഛന്മാർക്കോ സിസ്റ്റേഴ്സിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നതല്ല. എത്രയോ ചെറുപ്പക്കാർ ഈ കാലഘട്ടത്തിൽ ഈ ദൗത്യം നിർവഹിക്കുന്നുണ്ട്. GCUത്തിൽപ്പെട്ട അനേകം ആളുകൾ ദമ്പതികളായിട്ട് സുവിശേഷ പ്രവർത്തനം നടത്തുന്നുണ്ട്. അമേരിക്കയിലുള്ള ഒരു ഡോക്ടർ സിന്ധു, ഹിന്ദു പെൺകുട്ടിയാണ്. GCUത്തിലൂടെ വിശ്വാസത്തിലേക്ക് വന്നതാണ്. കല്യാണം കഴിച്ചു. ഇപ്പോഴൊരു എഞ്ചിനീയറാണ് കല്യാണം കഴിച്ചിരിക്കുന്നത്. അമേരിക്കയിലാണ്. 4-5 കുട്ടികളുണ്ട്. മുഴുവൻ സമയവും സുവിശേഷ പ്രവർത്തനമാണ്. അവർക്ക് കിട്ടിയ ബോധ്യമാണ്, അനുഭവമാണ്. തനിക്ക് കിട്ടിയ അനുഭവം മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അൽമായിരം ആളുകളുണ്ട്, കുടുംബസഹിതം സുവിശേഷം പ്രസംഗിക്കുന്ന ആളുകൾ. അപ്പോൾ ചുരുക്കത്തിൽ ഈ 2 ദൗത്യം നമ്മൾ മനസ്സിലാക്കണം. ഒന്നാമതായിട്ട് നമ്മൾ തന്നെ വിശുദ്ധീകരിക്കപ്പെടണം. അതാണ് ദൈവത്തിൻ്റെ ഹിതം. ദിസ് ഈസ് ദ വിൽ ഓഫ് ഗോഡ്, യുവർ സാങ്ക്ടിഫിക്കേഷൻ. ഇതാണ് ദൈവഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. 2, ലോകമെങ്ങും സുവിശേഷം അറിയിക്കണം. അതിനാണ് കർത്താവ് നമ്മളെ നിയോഗിച്ചിരിക്കുന്നത്. ആ ഒരു വലിയ ബോധ്യത്തിലേക്ക് നമുക്ക് വരാൻ കഴിയണം. അപ്പോഴാണ് നമ്മളുടെ ധ്യാനം അർത്ഥവത്താകുന്നത്. ശരിയായ ദിശയിലേക്ക്, ശരിയായ ഗതിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവിൻ്റെ വെളിച്ചം കിട്ടാൻ വേണ്ടി. ശിശുക്കളുടെ ആ മനോഭാവം സുവിശേഷത്തിൽ പറഞ്ഞതുപോലെ ശിശുക്കളെ പോലുള്ളവർക്കാണ് കർത്താവ് വെളിപ്പെടുത്തൽ നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാ, നമ്മൾ ബലം പിടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ അറിവ്, ഭൗതികമായ അറിവ് വളരെ പരിമിതമാണ്. ദൈവികമായ കാര്യങ്ങൾ, ദൈവികമായ നിഗൂഢ കാര്യങ്ങൾ, ദൈവത്തെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ, ഇതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിൻ്റെ, ദൈവികമായ രഹസ്യങ്ങളുടെ ചുരുളുകൾ അഴിയുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ആ കൃപയ്ക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിനെ, നമ്മുടെ ബുദ്ധിയെ, മനസ്സിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.